ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇത് 2-3 ദിവസം മുന്നേ നമ്മൾ ആഴിമല ശിവക്ഷേത്രത്തിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. എല്ലാവർക്കും അറിയാമല്ലോ, കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്ത് പുളിങ്കുടിയിൽ കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ വാസ്തുശൈലി തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണ്. ഗണപതിയും ശ്രീപാർവതിയുമാണ് ഉപദേവതകൾ. ഭഗവാനെ ആരാധിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ച യോഗീശ്വരനും ഒരു ചെറിയ ശ്രീകോവിലുണ്ട്. അമ്പത്തെട്ട് അതായത് 18 മീറ്റർ ഉയരമുള്ള മഹാദേവന്റെ ഗംഗാദേശ്വര രൂപത്തിലുള്ള കോൺക്രീറ്റ് ശില്പം സ്ഥാപിച്ചതിന് ശേഷമാണ് ക്ഷേത്രം കൂടുതൽ പ്രസിദ്ധി നേടിയത്. 2014 ശില്പത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2020 നിർമ്മാണം പൂർത്തിയാക്കി അതേ വർഷം തന്നെ ഡിസംബർ 31 ശില്പം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഗംഗാദേവിയെ ജടയിൽ നിന്ന് മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവനെയാണ് ശില്പം ചിത്രീകരിക്കുന്നത്. ശില്പത്തിന്റെ പിന്നിലെ വലത് കൈയിൽ ഡമരുവും മുൻ വലത് കൈ വലത് തുടയിലും പിന്നിലെ ഇടത് കൈയിൽ തൃശൂലവും മുൻ ഇടത് കൈ ജടയ്ക്കുള്ളിലൂടെ ഉയർത്തിയ നിലയിലുമാണ്. 20 അടി ഉയരമുള്ള ഒരു പാറയിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. കടലിനോട് വളരെ ചേർന്നുള്ളതിനാൽ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന. പ്രതിമ നിൽക്കുന്ന സ്ഥലത്ത് യോഗികൾ തപസ്സിരുന്നു എന്നാണ് ഐതിഹ്യം. പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് ഇവിടെ വന്നതായും ഐതിഹ്യമുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഇവിടെ ക്ഷേത്രം സ്ഥാപിക്കുന്നത്. ആയിരക്കണക്കിന് തീർത്ഥാടകരും സഞ്ചാരികളുമാണ് ആഴിമലയിലേക്ക് ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടെയാണ് സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ പിൽഗ്രിം ടൂറിസം സർക്യൂട്ടിലേക്ക് ആഴിമലയെ കൂടി സർക്കാർ ഉൾപ്പെടുത്തിയത്. എനിക്ക് ക്ഷേത്രത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങിയത് നല്ലൊരു പോസിറ്റീവ് വൈബാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. തൊഴുതിറങ്ങി നമ്മൾ നേരെ ശില്പത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നേരമൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ബീച്ചിലോട്ട് പോയി. താഴെ തന്നെയാണ് ബീച്ചിലോട്ട് പോയി. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഹസ്ബൻഡിൻ്റെ ഒരു ഷൂട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് വെച്ച് തന്നെയായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്തതും. പ്രാക്ടീസൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ആളുടെ മുടിയൊക്കെ നല്ലതായിട്ട് ജട കെട്ടാൻ തുടങ്ങി. അപ്പം മഹാദേവൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്യാൻ പറ്റിയെന്നാണ് ആളുടെ വിശ്വാസം. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ മുടി ഇവിടെ ഈ ആഴിമല കടൽ തീരത്ത് തന്നെ കൊണ്ടുവന്ന് ഒഴുക്കണമെന്ന് ആൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് ഒഴുക്കുകയും ചെയ്തു. പിന്നെ 6:30 വരെ ബീച്ച് ടൈമുള്ളൂ. 6:30 ആകുമ്പോഴത്തേക്കും ഗേറ്റ് ഇവിടെ ക്ലോസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇറങ്ങി. ഇനിയും സമയം കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ക്ഷേത്രത്തിലോട്ട് വരണമെന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അത്രയ്ക്കൊരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും. അപ്പോൾ ഇവിടെ വന്നിട്ടില്ലാത്തവരൊക്കെ എന്തായാലും ഒന്ന് വന്ന് നോക്കൂ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ.